വടക്കേക്കരക്കാരും തെക്കേക്കരക്കാരും റെഡിയാണോ? ഞങ്ങള് റെഡിയാണ്. അതിനു മുന്നേ നമ്മുടെ ഗ്രൂപ്പിൽ എന്റെ പേര് അർജുൻ ആയതുകൊണ്ട് അർജുന്റെ പിള്ളേർ അത് തൊടുത്തു വിടുന്നു. 1000 ശരങ്ങൾ എല്ലാരും വിളിച്ചിരുന്നോ? ഒരു ദിവസം കൊണ്ട് ഇവര് പ്രാക്ടീസ് ചെയ്താണ്. ജസ്റ്റ് മിസ്സായിരുന്നെങ്കിൽ നമ്മള് കല്ല് പറക്കേറി. അവിടുന്ന് കുന്തം വരുമ്പോ വായി തുറന്നിരിക്കാൻ നമ്മൾ തടയണം. അവരമ്പേന്ന് നമ്മള് കല്ലെങ്കിലും പറക്കേറി. എനിക്കറിയില്ല, ഞാൻ ഇത് പൊക്കി പിടിച്ചോണ്ട് അടിക്കരുത്, എനിക്ക് പ്രശ്നമില്ല. ഇത് മഹാഭാരതമാണ്, അമ്പലപ്പറമ്പല്ല, കല്ല് പറക്കിയറിയാൻ. നമ്മുടെ പുനലൂരിൽ നിന്ന് വന്ന് ഇവർക്ക് നല്ലൊരു കൈയടി കൊടുക്കണം. പിന്നെ നാട്യധ്വനി കൈകൊട്ടി കളി ടീമാണ് നമ്മുടെ കൂടെ ഇന്ന് നാട്ടുകൂട്ടമായിട്ട് എത്തിയിരിക്കുന്നത്. പിള്ളേര് നമുക്കുണ്ടടാ സപ്പോർട്ട് ചെയ്യാം. അത് മതി. എവിടെ പിള്ളേരെട്ടാ സപ്പോർട്ട് ചെയ്യുമ്പോ 2 കൂർക്കം വലി ബാക്കി. അതൊക്കെ ഞങ്ങളുടെ പിള്ളേര്. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൈയടി. ഞങ്ങളുടെ പിള്ളേരെന്താ സപ്പോർട്ട് മക്കളെ കൂട്ടുകാരികളൊക്കെ തന്നെ എന്നാലും കാണിച്ചു കുറച്ചു നേരത്തെങ്കിലും ശത്രുത കാണിക്കും. കുറച്ചു നേരത്തെ എന്നിട്ടും മിണ്ടണില്ലെന്ന്. ഒരു കുടുംബ കോമഡി ഇവിടെ വരുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും. അനാവശ്യ സ്ഥലങ്ങളിൽ ആരുടെ സമയം തെറ്റി കൈ നമ്മളെ ടീമിനുള്ള ടൈമിംഗ് ഒരു മനുഷ്യർക്കും എപ്പിസോഡ് തീർന്നിട്ട് വീട്ടിൽ പോയി കൈയടിക്കായിരുന്നു ബാക്കി. ചേച്ചി ഒരു കുടുംബ കോമഡി ഇങ്ങോട്ടേക്ക് വരട്ടെ, അപ്പോഴത്തേക്ക് ഇതൊക്കെ കലങ്ങി തിരിഞ്ഞ് റെഡി ആവും. അല്ല, എന്നെ സംബന്ധിച്ച് ഇതും ഒരു എന്റെ കുടുംബം തന്നെയാണ്. പക്ഷെ നമ്മളുടെ മെയിൻ കുടുംബം അതെ അവര് വരട്ടെ, നമ്മളെ ചിരിപ്പിക്കൂ. എങ്കിൽ ആദ്യം തന്നെ നമുക്ക് സ്കിറ്റ് കാണാം. ഒരു അടിപൊളി സ്കിറ്റ്. യെസ്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. വലത്തോട്ടുള്ള ബസ് ഇടത്തോട്ട് പോയി, ഇടത്തോട്ടുള്ള ബസ് വലത്തോട്ട് പോയി, മറ്റേ ബസ് കട്ടപ്പുറത്തിരിക്കുന്നു എമ്മാതിരി ക്ലീഷേ അനൗൺസ്മെന്റ് ഈ ബസ് സ്റ്റാൻഡിൽ അനുവദിക്കുന്നതല്ല. ബസിന്റെ കോഡ് വായിക്കാൻ അറിയാവുന്നവർ ദയവായി കിട്ടുന്ന ബസ് കയറി വീട്ടിലേക്ക് പോകണം. അല്ലാത്തവർ ബെഞ്ചിലോ ഡെസ്കിലോ സ്റ്റാൻഡിൽ കിടക്കണം. ടിൻ 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 ബൈ കോഫി സുന്ദരി. ഹലോ, ഞാൻ പെൺവേഷം കെട്ടി നടന്ന ആൾക്കാർ തിരിച്ചറിയുന്നില്ലേ? ഒരു പൂച്ചക്കുട്ടി പോലും തിരിച്ചറിയുന്നില്ല. എന്താ പറഞ്ഞ്? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ബാക്കിയുള്ള ആണുങ്ങൾ പണിയെടുത്ത് കുടുംബം നോക്കണം, സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര. ഞാൻ ഈ ഡ്രസ് ഇട്ട് കേരളം ഒട്ടാകെ സഞ്ചരിക്കും. ഇതെന്റെ പ്രതിഷേധമാണ്, പ്രതിഷേധം. ഞാൻ ഇവിടെ ഇത് ഇങ്ങനെ ഇരിക്കുള്ളൂ, ഞാൻ അങ്ങനെ ശരിയുള്ളൂ. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പകത്തുമ്പിൽ സും സും ചൂളം മൂളാൻ വാ. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പകക്കൊമ്പിൽ. എവിടെയോ കണ്ട് നല്ല പരിചയം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡിൽ വരുന്നത്, കണ്ടിട്ടുണ്ടാവില്ല. അല്ല, ബാംഗ്ലൂർ ബസ് പോയോ? എവിടെ? ബാംഗ്ലൂർ ബസ്. ബാംഗ്ലൂർ പോയോ? അത് ആ ബസ് ഇവിടെ അല്ല വരുന്നത്, അത് കുറച്ച് അപ്പുറത്ത് മാറിയാണ്. ലോങ് ബസ് എത്ര ഉണ്ട് ഇവിടെ? ലോങ് ബസ് എന്തല്ലോ? ലോങ് ബസ്, ലോങ് ബസ് ദൂരോട്ടുള്ള അത് കോയമ്പത്തൂർ ബസ് ഒക്കെ ഇവിടെ നിർത്തും. ബാക്കിയുള്ളതൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിലാണ്. എൻക്വയറിയിൽ അന്വേഷിച്ചാൽ താങ്ക് യു മാഡം. എവിടെ കണ്ട് പുള്ളിക്കാരത്തേക്ക് എന്തോ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന പ്രശ്നമാണ്, അതൊക്കെ എസ്കേപ്പ് ആവാം. നിന്നെ 4 ആള് കാണുക വീട്ടിൽ ഞാൻ നിന്നെ ഒന്ന് ശരിപ്പെടുന്നു നോക്കിയോ. 4 ആള് കാണുമ്പോ കുടുംബം ഇടിക്കാൻ നിങ്ങളുടെ ചെങ്കള മാധവനാണ്. പെമ്പിളാരെ നീ ഈ വഴിക്ക് വഴി നടക്കാൻ സമ്മതിക്കത്തില്ല മാന്യമായിട്ട്. ചെരിപ്പൂരി പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ 2 അടി അടിക്കണം, അത്രയല്ലേ? ആ മൂത്രപ്പേരുടെ സൈഡിൽ പോയി 2 അടി അടിച്ചിട്ട് പോയിക്കോ. എന്തിന് ഇത്രയും ബഹളം? മനസ്സിലാക്കും എന്തിനാ ബഹളം വെക്കുന്നത്. മാന്യമായിട്ട് മര്യാദക്ക് ഇതുവഴി നടന്നോണം. അല്ലെ നിന്നെ ഉണ്ടല്ലോ പിള്ളേരെ കണ്ട് നോക്കണം, അങ്ങോട്ട് എടുത്തിട്ട് പെരുമാറിക്കളയും. ഓക്കെ ഓക്കെ, നമുക്ക് പോവാം. ഇതാരിത്? ഏത് കേസ് ഇത്? രാവിലെ കണ്ണ് സൈറ്റ് അടിച്ചതിന് ആ പെണ്ണ് ചെരിപ്പൂരി അടിച്ച് അവള് വരാൻ സാധ്യതയില്ല. ഇത് ഏതാണ്? പൊക്കം അല്ലല്ല, മെസ്സേജ് അയച്ചാലോ? അല്ലല്ലോ, അതിന് വരാൻ കിടക്കണ വീഡിയോ കോൾ ചെയ്തേണോ? ആണല്ലോ. അതെ 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 അതെ
അല്ല ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ പോകുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്തോന്ന്? ആ പരിപാടി ഇനി നടക്കൂല. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. എന്തിന്റെ നഷ്ടപരിഹാരം? ഞാൻ നിങ്ങളെ ബസ്സിലാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് അതിനോട് എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. എന്ത് തനിക്ക് ഞാൻ ബാലൻസ് വല്ലതും തരാനുണ്ടോ? ബാലൻസ് പൈസയൊക്കെ തന്ന അതും കൂടെ അടിച്ചോണ്ട് പോയെന്ന്. ആരടിച്ചോണ്ട് പോയി? നിങ്ങളെ ബസ്സിൽ യാത്ര ചെയ്തപ്പോഴാണ് എന്നെ പോക്കറ്റ് അടിച്ചത്. അതുകൊണ്ട് ഞാൻ എന്താ വേണോന്ന്? ഇന്ന് രാവിലെ നിങ്ങളെ ബസ്സിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഒരു പെൺകുട്ടിയെ സൈറ്റ് അടിച്ചപ്പോൾ നിങ്ങളെ നാട്ടുകാരെ കുട്ടി എന്നെ അടിച്ചില്ലേ? അടിച്ചു. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ബസ്സിൽ യാത്ര ചെയ്ത യാത്രക്കാരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു. അതെ. അപ്പൊ നിങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്തപ്പോഴാണ് എന്റെ ബസ് പോക്കറ്റ് അടിച്ചത്. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഞാൻ ചോദിക്കട്ടെ, താൻ എന്തിനാണ് ഈ ഡെയിലി മെഡിക്കൽ കോളേജ് ബസ്സിൽ വരുന്നത്? ഞാൻ എന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ബസ്സിൽ വരുന്നത്. എനിക്ക് അമ്മയില്ലാതെ വേറെ ആരുമില്ല. അല്ല, തന്റെ അമ്മ എവിടെയാ? എന്തുകൊണ്ട് ആ പൊരുവേലത്തുനിന്ന് ലോട്ടറി കച്ചവടം നടത്തണം? ഇടച്ചിരിക്കുന്നു പാവം അമ്മ. എടോ, തനിക്ക് നാണം ഉണ്ടോടോ? തനിക്ക് നാണം ഉണ്ടോടോ? ഒരു വെയിലത്ത് ആ പാവം പിടിച്ച സ്ത്രീയെ പിടിച്ച് അവിടെ നിർത്തിയിട്ട് ഇവിടെ വന്ന് തണലത്ത് നിൽക്കാൻ. എന്നിട്ട് ഞാൻ അമ്മയെ നോക്കിക്കൊണ്ട് നിൽക്കാന്ന്. അല്ല, അമ്മ ഇവിടെ നിന്ന് ലോട്ടറി കച്ചവടം നടത്താൻ ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. തനിക്ക് അപ്പൊ പിന്നെ അവിടെ പോയി നിന്ന് ലോട്ടറി കച്ചവടം നടത്തിയിട്ട് അമ്മയെ പിടിച്ച് ഇവിടെ ഇരുത്തി കൂടെ? എനിക്ക് സൺബേൺ ആവും. സൺബേൺ. അതുകൊണ്ട് അമ്മ കഴിഞ്ഞ മാസം മൊത്തം ലോട്ടറി വിറ്റ പൈസ കൊണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി മറ്റേ ലൈറ്റൊക്കെ കത്തിച്ച് ഹൈഡ്രോജൻ ഫേഷ്യൽ ചെയ്ത് വന്നിരിക്കുക. എന്തൊരു ഫേഷ്യല്? മറ്റേ LED ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പെമ്പിളർ ഇങ്ങനെയൊക്കെ വെച്ച് ആക്കൂല ആ ഒരു സാധനം. അത് ഹൈഡ്രാ ഫേഷ്യലോ? ആ അതെ 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 അതെ. താനോ? 2 ടീഷർട്ട് ഉണ്ട്, വള്ളിയൊക്കെ ഉണ്ട്. എന്താടോ ഇത് തലയിൽ കൂടെ എങ്ങനെ ഇടാം? എന്നെ കല്യാണം കഴിക്കുവോ? അയ്യോ, തന്നെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ കാലത്ത് ഞാൻ വല്ല ബസ്സിന്റെ അടിയിൽ തല വെക്കുന്ന. എന്നെ കല്യാണം കഴിക്കണം. നമ്പർ തരുമോ? നമ്പർ എന്റെ കയ്യിൽ നിന്ന് വല്ലതും മേടിക്കാൻ. ഒരു കാര്യം ചെയ്യ്, 10 രൂപ എന്റെ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി. എന്നിട്ട് സ്ക്രീൻഷോട്ട് എന്റെ വാട്സാപ്പിൽ അയച്ചു തന്നാൽ മതി. നമ്പർ തരണ്ട. ഇതുപോലുള്ള കുറെ നമ്പർ ഞാൻ കേട്ടിട്ടുണ്ട്. ആ നമ്പർ ഒന്നും എന്റെ അടുത്തോട്ട് ഇറക്കണ്ട. പറഞ്ഞ മനസ്സിലായ? ഗൂഗിൾ പേയിൽ മെസ്സേജ് അയച്ചാലാ? അമ്മയെ നോക്കി കിടക്കാം. കുറെ നേരം കൊണ്ട് നിന്ന്. എന്റെ അമ്മ ഇവിടെ ഉള്ളതല്ല. ഹലോ, ഹായ്. What he want? What he want? വെമ്പായത്താണോ വീട്? Bloody bounce. Don't talk. Shall I rewind something? It is quite unbelievable. I think you wanted to give me our license. Shut up, your mouth. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുസ്തകം വിഴുങ്ങി. അല്ല, ഞാൻ എവിടെ പോണെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങോട്ടെങ്കിലും I am going to Bangalore. My education is Bangalore. What do you want? Don't talk, don't talk. എന്റെ അമ്മ ലോട്ടറി നാളെയാണ് അത് നോക്കാൻ മോൻ. അമ്മ ഡെയിലി ആട്ടോ വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. പത്തറുപത് വർഷത്തെ പഴക്കമുണ്ട്. എന്നാലും നീ എന്നെ വിട്ട് പോയില്ല. നീ ഇവിടെ പോയിടി. നീ ഇല്ല, എനിക്ക് ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് കേട്ടാ. എവിടെ പോയാലും തിരിച്ചു വരണേ നീ കേട്ടാ. എന്താ? എന്റെ ഭാര്യയെ കാണാനില്ല. ഒരാഴ്ചയായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട്. ഒരാഴ്ചയായിട്ട് നിങ്ങൾ അന്വേഷിച്ചില്ല? ഞാൻ വിചാരിച്ച അപ്പുറത്തെ വീട്ടിൽ സംസാരിച്ചോണ്ടിരിക്കായിരിക്കും. അല്ല, ഒരാഴ്ചയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവോ? ചിലപ്പോൾ 1 മാസം സംസാരിക്കും. ഭയങ്കര സംസാരപ്രിയാണ് അവള്. ആണോ? എവിടെ പോയെന്ന് പറഞ്ഞാ? എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചോറ് വേണോന്ന് ഞാൻ പറഞ്ഞു. പറയാം. അത്രേ ഞാൻ പറഞ്ഞോളൂ.
അപ്പൊ തന്നെ ഇറങ്ങി അങ്ങ് പൊക്കളഞ്ഞു. അല്ല എന്നാലും നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്താണ് ചോറ് വേണമെന്ന് പറയുന്നത്. എന്നാലും നിങ്ങൾ എത്ര മണിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞത്? രാത്രി 1 മണിക്ക്. അപ്പൊ അത്രയും നേരം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ഒന്നും ചെയ്തില്ല, അവളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താന്ന്? മൊബൈലിൽ റീൽസും കണ്ടോണ്ടിരുന്നു. ഈ ഫോൺ തറ വെച്ചാലല്ലേ എനിക്ക് ചോറ് വയ്ക്കാൻ പറ്റും. ശരിയാണ് ശരിയാണ്, അത്രേ ഉള്ളൂ. ചോറ് കോരാൻ പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഇറങ്ങി പൊക്കളഞ്ഞു. പോയാ? പൊക്കളഞ്ഞു. എവിടെ പോയാന്തോ ബോർഡക്കാര് മറച്ചു വെച്ചത്. എന്റെ ഭാര്യ കാണാൻ. നോ പ്ലീസ്. ഫോൺ ടോക്ക്. അല്ല ഇത് ഉണ്ടാന്ന് അറിയാൻ വേണ്ടി. അതാണ് എന്റെ ഭാര്യ. അല്ല, എവിടെയെങ്കിലും കണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇല്ലണ്ണ ഞാൻ കണ്ടിട്ടില്ല. പാവം നല്ല ചേച്ചി കേട്ടോ. കണ്ടാ പറയാം. കഷ്ടം. നോ പ്ലീസ്. No, please. അണ്ണാ നിങ്ങളെ ഭാര്യ അത് എന്റെ ഭാര്യ തന്നെ. ബാക്ക് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ തിരിച്ചറിഞ്ഞ്? എനിക്ക് അവളെ ഏത് വാങ്ങിയാലും തിരിച്ചറിയാൻ പറ്റും. ഇതെന്റെ ഭാര്യ തന്നെ. ചെന്ന് സംസാരിക്കണ, ചെന്ന് സംസാരിക്കും. ഇത് പിടി. നിങ്ങൾ ഇംഗ്ലീഷ് അറിയാമോ? ഭയങ്കര ഇംഗ്ലീഷാണ്. നോ പ്ലീസ് ആണത്. മോഡലായ നീ ഒരാഴ്ച വീട്ടിൽ നിന്ന് മാറി നിന്നപ്പം വീട്ടിൽ പോകാൻ. താനേതാ? താനേതാ? നിന്റെ ഭർത്താവ്. എന്റെ ഭർത്താവാ? വീട്ടിൽ പോകാൻ. താനേതാടോ? എന്നെ ചേച്ചി ഇത് ചേച്ചിയുടെ ഭർത്താവ്. ചേച്ചിയുടെ പേര് സന്ധ്യ. ചേച്ചിക്ക് 32 വയസ്സായി. പ്ലാറ്റ് ബുക്കിലാണ് ചേച്ചിയുടെ വീട്. ഇയാളുടെ ഭാര്യയല്ല. എന്റെ ഭാര്യയാണത്. അല്ല, താത്തിയുടെ ഒരുമാതിരി ചേച്ചിയുടെ ഭർത്താവാണ്. ചുമ്മാ നലമ്പ് അല്ലാന്ന്. വീട്ടിൽ പോകാൻ ഇങ്ങോട്ട്. എന്റെ ഭർത്താവല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്ന് എന്റെ ഭർത്താവല്ല ഇയാള്. മക്കള് വീട്ടിൽ വെക്കണ്ടേ? വാടി, വീട്ടിൽ പോകാൻ ഇങ്ങോട്ട്. ഞാൻ വരില്ല. എന്റെ ഭർത്താവല്ല, ഞാൻ വരില്ല. ഇങ്ങോട്ട് വീട്ടിൽ പോകാൻ. ഇയാളല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? ഇവരല്ലേ പ്രശ്നം ഉണ്ടാക്കി? തനിക്ക് രണ്ടെണ്ണം എവിടെന്നെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു തന്നെ. ഇവൻ തന്റെ ഭാര്യ കയറി പിടിച്ചാ? അങ്ങനെ പിടിച്ചില്ല. പിന്നെ ഇത് വേറെ സെറ്റപ്പാണ്. വേറെ എന്താ സെറ്റപ്പ്? അപ്പൊ താനും സെറ്റപ്പിൽ കൊള്ളതാ. അതല്ല, എന്റെ ഭാര്യയെ കാണാനില്ല. നോക്ക്, എന്റെ ഭാര്യ നിൽക്കണത് എന്താ? Flat book സന്ധിച്ചു. ഞാനല്ല. അവളല്ലെന്നാണ് പറയണത്. അതാണ് ഞാൻ എവിടെയോ കണ്ടതുപോലെ. പാവങ്ങളെ വീട്ടിൽ പോകുമ്പോ ഞാനല്ല. വീട്ടിൽ പോകുമ്പോ വരില്ല. ചേച്ചി പോയി. ചേച്ചിയുടെ ഭർത്താവല്ലേ എന്റെ വിളിക്കണേ? ഭർത്താവല്ല. എന്റെ ഭർത്താവല്ലാന്ന്. ഇതോ എടോ തന്റെ ഭാര്യയല്ലേ ഇത്? എന്റെ ഭാര്യ. അവള് ചുമ്മാ കള്ളത്തരം പറയണത്. ഭാര്യയല്ല. ഓ ചേച്ചി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് നിങ്ങൾ പരിഹരിക്കും. ഇപ്പൊ കൂടെ പോ. ഇല്ല, ഞാൻ പോവില്ല. ഒരു സംഭവം ചോദിച്ചോട്ടാ. നിങ്ങളെ ഭാര്യയാണ് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്? എന്റെ ഭാര്യയാണിത്. എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളെ ഭാര്യയാണ് നിങ്ങൾ പറയാനായിട്ട്? എന്തെങ്കിലും തെളിവ്? ഫോട്ടോ ഓക്കെ, ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് അറിയാം. എന്നാൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അതും ശരിയാണ്. കാര്യം അവര് പറയല്ലേ നിങ്ങളുടെ ഭാര്യ അല്ലാന്ന്. തെളിവെന്ന് വെച്ചാ മറുക അങ്ങനെ എന്തെങ്കിലും മതിയാ? മതി. അവൾക്കൊരു മറുകുണ്ട്. അപ്പൊ ആ മറുക ഒന്ന് കാണിച്ചു. എവിടെയാ പറ. ദാണ്ട് ഇവിടെയാണ് മറുക്. ഈ ഭാഗത്ത് ഞാൻ നോക്കാന്ന് നിങ്ങളെ ഭാര്യയാണെന്ന് ചുമ്മാ ഒരു മാതിരി. നിങ്ങൾ ഒരു ലേഡിയല്ലേ? നിങ്ങൾ നോക്ക്. അത് ശരിയാണ്. നിങ്ങൾ നോക്കി വിഷയമല്ലേ ഉള്ളൂ. ഞാൻ നോക്കിയാ മതി. ദാണ്ട് ഇവിടെ ഒരു മറുകുണ്ട്. ഞാൻ നോക്കിയാ മതി. നോക്കിയാ മതി. ആ ശരി. ചേച്ചി വാ. പ്രശ്നം ഇപ്പൊ ആള് അത് പറഞ്ഞ പ്രശ്നം തീർന്നു. വാ, ചേച്ചി വാ. ചേച്ചി ചുമ്മാ ചേച്ചി വാ, ചേച്ചി എന്തെങ്കിലും വാ. ചെറിയ പ്രശ്നങ്ങളാണ് കേട്ടോ ഇത് ദാണ്ട് വിഷയം. ഇവിടെ ചെറിയൊരു മറുക്. ഈ ഭാഗത്തായിട്ടല്ലേ? സർജറി ചെയ്തതാണ് ഇപ്പോൾ. കണ്ടു കണ്ടു കടല് കണ്ടു എത്ര നാളായി ഏലോ ഏലോ ഏലയോ. ഒത്തിരി നാളായി ഒത്തിരി നാളായി ഏലോ ഏലോ ഏലയോ. മറുക് കണ്ട? ചെറിയ മറുകാണ്. മറു കണ്ടില്ല. വെറുതെ കണ്ട് പേടിച്ചു. മറു കണ്ടിട്ടില്ല. ചെറുതല്ലേ? അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടാ, മറുക് കണ്ട? സംസാരശേഷി പോയത് എന്താണ്? എന്തെങ്കിലും പറയാ. മറു കണ്ടില്ല. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. കണ്ട് പേടിച്ചേട്ടാ ഇത്. നീ എന്തെങ്കിലും പറഞ്ഞാടി? എന്തെങ്കിലും പറഞ്ഞ നീ? പറഞ്ഞത് എന്റെ അമ്മ അവിടെ അമ്മ കേട്ടോ. ഞാൻ ആരുണ്ട് ഇപ്പൊ നിന്ന്? സഹോദരി ഒന്ന് മറു കണ്ട. വരൂ. ഒരു കുടുംബം ഒത്തുചേരുന്ന ഒരു സംഭവം. ഒന്ന് വരും പ്ലീസ്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. കൃത്യമായിട്ട് കാര്യം പറഞ്ഞുതരാം. അതായത് ഇതെന്റെ ഭാര്യയാണ്. ഇവളെന്നെ പറ്റിക്കാൻ വേണ്ടി പറയാണ്. ഞാൻ ഭാര്യയല്ലെന്നാണ് പറയണത്. ഇവിടെ തന്റെ ഈ ഭാഗത്തൊരു മറുകുണ്ട്.
സഹോദരി ഒന്ന് നോക്കിട്ട് വാ. വെറുതെ വിടൂല. നോക്കിട്ട് വാ. ആരെയും വെറുതെ വിടൂല ദൈവം. നിങ്ങൾ സ്ത്രീകളാകുമ്പോൾ നിങ്ങൾ സ്ത്രീകളാകുമ്പോ കുഴപ്പമില്ല. ബാബാ നോക്കിട്ട് വാ. എവിടെയാ കണ്ട് ഇവിടെ ഓക്കെ ബൈ ഒരു മറുകൊണ്ട് ഇപ്പൊ ചെറിയ വിഷയങ്ങൾ അവിടെ ചെന്ന് മറു കാണുന്നു, എന്റെ ഭാര്യയാണെന്ന് കൺഫേം ചെയ്യുന്നു, ഞാൻ അവളെ കൊണ്ട് വീട്ടിൽ പോകുന്നു. കണ്ടോ കണ്ടോ കാക്കക്കുയിലേ പട്ടുടുത്ത പാവക്കുഞ്ഞ് കാറ്റുമൂളും ചൂളം കേട്ടാൽ മാറിലൊട്ടും മൈന കുഞ്ഞ് പെയ്യാമഴക്കാട് കാട്ടിൽ പൂവാലി പോൽ മേയും മഞ്ഞ് സഹോദരി പൊന്നിൻ കൂടെ മറു കണ്ട മറു കണ്ട ചെറിയ ആ മറുക് അതാ അത് മറുകല്ലേ പിന്നെ. അവിടെ ഇരി. ഇത് എല്ലാത്തിന്റെ റിലേഷൻ തോന്നുന്നത്. ചെറിയ മറുകല്ലായിരുന്നു. നീ എന്താടി നീ അങ്ങ് വന്നവരെല്ലാം പറഞ്ഞ് പേടിപ്പിക്കണം. വന്നവരെല്ലാം പറഞ്ഞ് പേടിപ്പിക്കണം. പേടിക്കാൻ ഒന്നുമില്ല, ടെൻഷൻ അടിക്കണ്ട. ഇവൾ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചാണ്. സഹോദരി ഞാൻ വരാം. ഞാനേ ഇത് എന്തിനാണ് നിങ്ങൾ എന്നെ ആദ്യം വിളിച്ചാ പോരായിരുന്നോ? എനിക്ക് ഇതൊക്കെ എളുപ്പമല്ലേ, ഞാൻ എത്ര മറുക് കണ്ടതാണ്. നിങ്ങൾ എവിടെ നിൽക്കേ ചേച്ചിങ്ങ വന്നാണ്. എടുക്കണ്ട, റിസ്ക് എടുക്കണ്ട. ഒരു മറുകിന്റെ കാര്യമുള്ളൂ. മറുക് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വാ. എന്താ ചെയ്യും? ഒന്നുമില്ല, തമ്മൊന്നുമില്ല. അവിടെ ചെല്ലുന്നു, മറു കാണുന്നു, എന്റെ ഭാര്യ എനിക്കും കാണണം. തിരിച്ചു വരുന്നു. പറയാത്ത അല്ല മറുക്. കണ്ടു കണ്ടു കൊതിക്കുന്നു മറു കാണിച്ചു തന്നാ കണ്ടാ ഇങ്ങനെ ഒരെണ്ണം ഇവള് വേറെന്തോ വരട്ടേനട്ടോ അവിടെ ഇട്ട്. തല ഇറങ്ങണ എനിക്ക്. അവിടെ ഇരി ചേച്ചി, സഹോദരി അവിടെ ഇരി. എല്ലാവരും വിളിച്ചു കാണിക്കാൻ ഞാൻ എക്സിബിഷൻ നടത്താല്ല. പ്ലീസ് ഒരാളെ സഹോദരി ഒരാളെ കൂടെ ഒരാൾ വരാം. അല്ല അത് ഹിന്ദി മറുകാണെങ്കിൽ പെട്ടെന്ന് അറിയാം. അത് മലയാളം മറുക. ഹിന്ദി മറാണ്, പണ്ട് ദില്ലി പോയിട്ടുണ്ട്. അപ്പൊ ഹിന്ദി മറുക ചേച്ചി ചേച്ചി വായിച്ചു. മലയാളി ചേച്ചി വായിച്ചു. വരല്ലേ ചേച്ചി, ഇത് മറു നീ കാണിച്ചു കൊടുത്തില്ല കൊണ്ടു. ഇവള് മനപ്പൂർവ്വം പറഞ്ഞ ആൾക്കാർ വഴക്കുറാണ്. ചേച്ചി വായിച്ചു. ഒരു കുടുംബം ഒന്ന് ചേർന്നാണ് ഒരു മറുക നോക്കണം. ഒന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒന്നാം മറുകുന്നു. അവിടെ ചെല്ലും ചേച്ചി, ഇത് കൺഫേം ആയിട്ട് കണ്ടുപിടിക്കും. ചേച്ചി വരും. കണ്ടു ഞാൻ ആലോലമാം നിൻ ഹൃദയം കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം ഗോപുരപ്പൊൻകോടി അമ്പലപ്രാവിൻ മനം പാടുന്നൊരാരാധന. എനിക്ക് ഒന്നല്ല 3 മറുക കണ്ടു. ഒരു കാര്യം ചെയ്യണമെന്നില്ലേ, അങ്ങനെ തന്നെ നിന്നു, അന്തം വിട്ട് നിന്നു. അയ്യോ ഒരാൾ കൂടെ ചാൻസ് ഉണ്ട്. വാ, ഞാൻ വരണോ? ഇനി കുട്ടിയും കൂടെ ഉള്ളു ബാക്കി. ഓ ഇവർക്കൊക്കെ പറ്റിയ പോലത്തെ മിസ്റ്റേക്ക് ഒന്നും എനിക്ക് പറ്റില്ല കേട്ടോ. പറ്റരുത്. ഇതൊക്കെ ഞാൻ ബെസ്റ്റ് ആണ്. വാ അനപ്പൂർവ്വം പറയും കേട്ടാ, എന്റെ ഭാര്യയിലെന്ന് പറയും. ഒരു മറുകാണ് കണ്ടുപിടിച്ച മാർക്കൊക്കെ നോക്കാൻ ഞാൻ ബെസ്റ്റ് ആണ്. വാ. ബോംബെ ആളെ ഇറക്കിയിട്ടും കാര്യമില്ല കേട്ടാ. ബോംബെക്കാര് തളർന്നു പോയി. കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയ പൂമഴയ പൊന്നോമനക്കിന്ന കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമനക്കിന്ന. മറു കണ്ട ഇതുപോലെ ഒരെണ്ണാണോ എന്റെ വീട്ടിൽ ഇരിക്കുന്നത്? അയ്യോ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഈ വന്ന് കയറി എല്ലാ പെൺകുട്ടികളും സംസാര ശേഷി വരെ പോയി. ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റൂല. പറ്റില്ല. ഞാൻ പറയാം, ഇവളെ കൊണ്ട് ഞാൻ വീട്ടിൽ പോകും. ഞാൻ വരില്ല. ഞാൻ വരില്ല. മര്യാദക്ക് ഞാൻ പറഞ്ഞു, അവളെ തലയോട്ട് കളയുന്നു. ഒരു അയ്യോ ഡേയ്, ഇതാര്? ഇതാരുടേത്? ഇതാരുടേത്? എടിയല്ല എടാ. ഇത് ആണായിരുന്ന നിങ്ങൾ അറിഞ്ഞ ഇത് ആണാണ്. അത് ഞങ്ങള് നേരത്തെ അറിഞ്ഞതാ. അത് വേണ്ട, മനസ്സിലായി ഇതാണാണെന്ന്. എനക്ക് വാ, ഒരു വാക്ക് നിനക്ക് പറഞ്ഞു ആണായിരുന്നെന്ന്. ഇത്രയും പെൺകുട്ടികളുടെ തെറ്റിച്ചാടാ നീ. നിങ്ങൾ സമ്മതിക്കട്ടെ പറയാൻ. മനുഷ്യൻ നാണങ്ങളായിട്ട്. ഇനി വേറെ കാര്യം ചോദിക്കട്ടെ, ഇതെന്റെ ഭാര്യയല്ല അല്ല, പക്ഷേ എന്റെ ഭാര്യയുടെ അതേ ഷേപ്പില്ല ഇയാൾക്ക്. ശരിയാണ്. അതേ ഷേപ്പില്ലേ? ശരിയാണ്. അതെങ്ങനെ വന്നു? അതാണ് എനിക്ക് അറിയേണ്ടത്. അതൊരു ഐഡിയ ഉണ്ടെണ്ണ. ഇതാണ് ഈ കഥയിലെ മെയിൻ ട്വിസ്റ്റ്. എന്തോന്ന്? നിങ്ങൾ നിങ്ങളെ ഭാര്യയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഭാര്യയുടെ അച്ഛനെ കണ്ടുപിടിക്കണം. അതെന്തിന്? അയാൾ ഇതുപോലെ എവിടെയൊക്കെയോ സൗജന്യ യാത്ര പോയിട്ടുണ്ട്.
പറഞ്ഞു വരുമ്പം ഇത് നിങ്ങൾ അളിയനായിട്ട് വരും. അളിയനാ അളിയ എന്തായാലും നമുക്ക് ആ കേസ് അനലൈസ് ചെയ്യും കേട്ടാ. പക്ഷെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇവരെ കാര്യം നമ്മൾ എന്ത് ചെയ്യും? പെങ്ങന്മാരെ വേണ്ട. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് തെക്കേക്കരയിൽ കൂടുതലൊന്നും സംസാരിക്കാനൊന്നുമില്ല. രണ്ടുപേരി പാട്ട്, പേര് കോമഡി. ശരി. ഓക്കെ. കാബൂളിവാല നാടോടി കാടാറുമാസം സഞ്ചാരി. സഞ്ചാരികളുടെ പേര് പറടാ. ഇന്ന് ഞങ്ങളുടെ സഞ്ചാരികളായിട്ട് ഇവിടെ എത്താൻ പോകുന്നത് ഷാജിർ, വിഷ്ണുപ്രിയ, സുബേൻ. ചേച്ചി ആ ബാറ്ററി ഓണാക്കി കൊടുക്കണേ. ബാറ്ററി ഓൺ. എന്നാ ബാസ്കിറ്റ് ആണ്. കയ്യിൽ കിട്ടിയ ആ ബ്യൂഗിൾ കന്നാസും കടലാസും ഒരാക്രിക്കാരന് കൈമാറി. ആ ആക്രിക്കാരൻ അത് മറ്റൊരാൾക്ക് കൈമാറി. മറ്റൊരാൾ അത് കോമഡി മാസ്റ്റേഴ്സിലെ ആർട്ട് ടീമിന് നിസ്സാര വിലയ്ക്ക് കൈമാറി. അങ്ങനെ കൈമാറി 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 ഇന്ന് ആ ബ്യൂഗിൾ കോമഡി മാസ്റ്റേഴ്സിന്റെ ആർട്ട് വർക്ക്ഷോപ്പിൽ ഭദ്രമായിരിക്കുന്നു. ഇന്ന് ഈ ബ്യൂഗിളും തിരക്കി ഇതിന്റെ യഥാർത്ഥ അവകാശി മുന്നയും ലൈലയും കോമഡി മാസ്റ്റേഴ്സിന്റെ ആർട്ട് വർക്ക്ഷോപ്പിലേക്ക് വരികയാണ്. കാണാത്ത ചിറകുകളെ കളിത്തോളി പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളും ഇതുവഴിയേ. മുന്നേ പറഞ്ഞോ. അതല്ല, ഈ തലയിലിരിക്കണ വിഗ്ഗാന്ന് ഞാൻ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ കല്യാണം പോലും കഴിക്കൂലായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചെന്താന്നറിയാമോ, നിങ്ങൾ സ്റ്റൈലിന് വേണ്ടി റിബൺ കെട്ടി വെച്ചേക്കണെന്നോ. സ്റ്റൈലിന് വേണ്ടി വെച്ചല്ല, ഈ വിഗ് ഊരി പോണ്ടില്ലേ കെട്ടി വെച്ചാണ് ഞാൻ ഈ സാധനം. അല്ലാണ്ട് നീ എന്താ ഉദ്ഘാടനത്തിന് വേണ്ടി വെച്ചേക്കണെന്നാ? കഴിക്കാൻ വേണ്ടിട്ടേ നമുക്ക് ഹണി റോസിനെ കൊണ്ടുവന്നാല. അയ്യോ, നിങ്ങളൊന്ന് ആലോചിക്കേ, ഹണി റോസ് എന്റെ തലയെ വന്നിരുന്ന് ഉദ്ഘാടനം ചെയ്യണത് എന്ത് രസമായിരിക്കുമല്ലേ. പന്നല്ല മുന്ന. അതല്ല, ഈ വിഗ് പോയിട്ട് പന്നത്തരം പറയല്ലേന്ന്. ലൈല. അതാരാണ്? എടി നിന്റെ കഥാപാത്രത്തിന്റെ പേര് ലൈലാന്നാണ്. എന്ത്? എടി നമ്മള് കളിക്കുന്ന കാബൂളിവാല സ്കിറ്റില്ലേ, അതിനകത്തെ ലൈലയാണ് നീ. അതിന് കാബൂളിവാല നമ്മള് രണ്ടുപേരും മാത്രം മതിയാ? ആ, അതിനാണ് മോളെ എന്റെ കയ്യിൽ ഈ സാധനം. ഇത് കന്നാസ്, ഇത് കടലാസ്. ഇതെന്താണ് കാണിക്കണ? അങ്ങനെ വഴിക്ക് വരാൻ വേണ്ടി. നിങ്ങളോട് വഴിക്ക് വരാനല്ല ഞാൻ പറഞ്ഞത്, എന്റെ വഴിക്ക് വരാൻ. എന്റെ അടുത്ത് ഒരു കാര്യം പറയട്ടെ, ഇതാണ് ആർട്ടിന്റെ റൂം. ഇവിടെ ഉണ്ട് എന്റെ ബ്യൂഗിള്. അത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്ക്. നോക്കട്ടെ. അച്ചോ, ഇവിടെ ഒരു മുട്ടക്കാച്ചൻ കല്ല് മാത്രമുള്ളല്ലോ. അയ്യോ, ആ കല്ലെടുക്കല്. അത് ഷജീറിന്റെ വിഷ്ണുപ്രിയുടെ സ്കിറ്റ് കണ്ടിട്ട് ഇവിടുത്തെ ഡയറക്ടർ സാറിന് തല തല്ലി ചിരിക്കാനുള്ള കല്ലാണ്. അങ്ങോട്ട് നോക്കിക്കാൻ മുന്നാ അവിടെ ഒരു വലിയ കാട്ട ബോട്ട്, അതിന്റെ പൊക്കത്തൊരു ജട്ടിയും വിരിച്ചിട്ടേക്കണ്. അത് വേറൊന്നല്ല, ഇവിടുത്തെ ആർട്ട് ടീമിന്റെ അടുത്ത് പറഞ്ഞേ ഒരു ബോട്ട് ജെട്ടിക്ക് സെറ്റ് വേണമെന്ന് പറഞ്ഞു. അവർക്ക് അത് ഉണ്ടാക്കാൻ അറിയാൻ പാടത്തോണ് ബോട്ടും തുഞ്ചത്ത് ഒരു ജെട്ടിയും കൊണ്ട് വെച്ചേക്കണം. ഞാൻ എനിക്കറിയാൻ പാടില്ല. 2000 നോട്ടിരിക്കണേ. അതൊന്നും പിടിക്കല്ലേ. ആ 2000 നോട്ട് ചിലപ്പോ ലാൽബാബു ഉണ്ടാവും. ഞാൻ പറഞ്ഞേ, അത് വിഷ്ണുപ്രിയുടെ സ്കിറ്റിൽ തുണ്ടായിരിക്കുള്ളൂ. അതെ, 5 ഗ്ലാസ്, 5 പേപ്പർ, 5 കസേര, 10 ക്ലൈമാക്സാ. 10 ക്ലൈമാക്സാ? ഇതാരാണ് 10 ക്ലൈമാക്സ് ഒക്കെ അടിക്കണ? നോക്കട്ടെ. എടി പേടകാലി, ഇത് 10 ക്ലൈമാക്സ് അല്ല, 10 കാലി ക്ലാസ് ആണ് എഴുതി വെച്ചേക്കുന്നത്. ഈ തുണ്ടിലുള്ള കൗണ്ടർ അവരുടെ സ്കിറ്റിലുണ്ടായിരുന്നു. ഈ 50 അടിച്ചാന് വാപ്പ വന്നിട്ടല്ലോ. വാപ്പ വരുന്നുണ്ട്. ഏതോ അത്ര കച്ചവടക്കാരനാണ് വരുന്നത്. അത്ര കച്ചവടക്കാരനൊന്നും അല്ല, അതെ നമ്മുടെ മറ്റേ ക്യാപ്റ്റൻ രാജിന്റെ ഫിഗർ ഇട്ട് തന്നെയാണ്. മുന്ന മുന്ന
മുന്ന മുന്നന്ന് പിന്നീന്നല്ല മുന്നേ വന്ന് വിളി ഇവിടെ വന്ന് വിളി. എന്റെ പൊന്നുമോനെ മുന്ന, നിന്നെയായിരുന്നോടാ ഞാൻ ഈ തള്ളിച്ചതച്ചത്. ഈ കാണുന്ന കൂടാരവും സ്വത്തുക്കളും എല്ലാം നിന്റേതാ. ഞാൻ വെറും കാവൽക്കാരൻ മാത്രം. ഇതെന്താണ് വന്നപാട് ഇങ്ങനെയൊക്കെ പറയണത്? എടാ എനിക്ക് ഫിഗറോ ഇല്ല. ക്യാപ്റ്റൻ രാജു ഒന്ന് രജിസ്റ്റർ ചെയ്തല്ലേ. രജിസ്റ്റർ ചെയ്തേടാ. എന്നാ പിന്നെ ഞാനും തിന്നൽ വന്നതും ഇതെന്നാടി ഇത്? ചാർമിളിന്ന് രജിസ്റ്റർ ചെയ്യണ്ടേ? ആണോ? അങ്ങനെ രജിസ്റ്റർ ചെയ്താണോ? എന്നാ പിടിച്ചോ. ശിവദം ശിവനാമം ഇതെന്താണിത്? ഞാൻ വിനീതാന്ന് രജിസ്റ്റർ ചെയ്താണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ക്യാരക്ടർ അല്ല രജിസ്റ്റർ ചെയ്യേണ്ടത്, നമ്മുടെ സ്കിറ്റ് ആണ് ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടത്. ബാക്കി രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കും. രജിസ്റ്റർ ചെയ്ത് കളി പറ. ആ പറ, ഡയലോഗ് പറ. മോനെ ബാബാ. ബാബേ. മോനെ ലൈല. ലൈലകളാണ്. അപ്പൊ എന്റെ പേരെന്നടാ? മുന്ന. അയ്യോ നിങ്ങളല്ലേ മുന്ന? ഞാൻ മുന്നാണ്, നിങ്ങൾ പാപ്പ. എന്റെ പൊന്നു മോനെ, എന്റെ ബ്യൂകൾ എനിക്ക് താ. എന്റെ ബ്യൂകൾ എനിക്ക് താ. അതെന്റെ ഡയലോഗാണ്. അപ്പൊ എന്റെ ഡയലോഗ് ഏതാണ്? സ്ക്രിപ്റ്റ് നോക്ക്. സ്ക്രിപ്റ്റ് ഇല്ല. പിന്നെ അവളുടെ അടുത്ത് പോയി ചോദിക്കും. എടി എന്റെ ഡയലോഗ് എതിരി. ഞാനാരാണ് ഇനി? എടാ എന്നെ അവളും മറന്നു നിക്കാണ്. എത്ര നാളായി എന്നിട്ട് സ്ക്രിപ്റ്റ് ഓർക്കാമല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, കൊറേ നാള് നമ്മൾ രണ്ടുപേരും മാത്രം സ്കിറ്റ് കളിച്ച് പൊളിഞ്ഞോണ്ടാണ് മൂന്നാമത് ഇവനെ പിന്നെ ഇറക്കിയത്. ഇന്ന് അടപ്പെടലും പൊളിച്ചോണ്ടിരിക്കണല്ലോ. ആരും വിളിച്ചിട്ടില്ല. പുഴുങ്ങാണെങ്കിൽ നമ്മൾ 3 പേര് ഒരുമിച്ച് ഇന്നോടെ പുഴുങ്ങും കേട്ടോ. എന്താണെന്നറിയാമല്ലോ, എനിക്ക് ഭയങ്കര തലകറക്കം വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ബ്യൂഗിൾ അന്വേഷിച്ച് നാട് മൊത്തം നടക്കുന്നു. കിട്ടിയിട്ടില്ല, ഞാനല്ല. അത് പറഞ്ഞല്ലേ, എനിക്ക് ഒരു മേജർ ഓപ്പറേഷൻ വേണമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മോളെ എനിക്കും വേണം മോചന ഓപ്പറേഷൻ. എനിക്കൊരു മേജർ ഓപ്പറേഷൻ വേണമെന്ന് തോന്നുന്നു. എനിക്ക് വേണം മോളെ, എനിക്കും വേണം മേജർ ഓപ്പറേഷൻ. എന്റെ ദൈവമേ, എനിക്കൊരു മേജർ ഓപ്പറേഷൻ വേണമെന്ന് തോന്നുന്നു. എനിക്കും വേണം മോളെ ഈ മോചന ഓപ്പറേഷൻ. മേജർ എനിക്കൊരു മേജർ ഓപ്പറേഷൻ വേണമെന്ന് തോന്നുന്നു. മോളെ എനിക്കും വേണം ഒരു മേജർ ഓപ്പറേഷൻ. എന്ത് കാര്യത്തിൽ? ഇത്രയും നാളെ ഞാൻ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞു നടന്നതല്ലേ. ഈ മേജർ ഓപ്പറേഷൻ ചെയ്തിട്ട് വേണം എനിക്കൊരു മേജർ ആവാൻ. മേജർ രാജു. ഹലോ, താൻ ക്യാപ്റ്റൻ രാജു ആണ് ഇപ്പോ. അപ്പൊ ഞാൻ എന്താണ് പറയണത്? തനിക്ക് ഇപ്പൊ ഡയലോഗ് ഒന്നും ഓർമ്മയില്ലേ? ഇല്ല. അപ്പൊ ഒരു പണി, എന്തെങ്കിലും പറഞ്ഞിട്ട് അവളെ വിളിച്ചോ, അപ്പുറത്തേക്ക് പോ. അവൾ ഡയലോഗ് പറഞ്ഞു തരും. എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കൊണ്ടുപോകും. മോളെ മഹേശ്വരി, ഞാനൊരു വികാര ജീവിയാണ്. വാടി ഇവിടെ. മല. കൊച്ചിന്റെ പേര് മല. എന്താണ് ഇത്? രാജു. ഇത് മണിയമ്പള രാജു ആണ്. ക്യാപ്റ്റൻ രാജുവിലേക്ക് വാ. എടാ ഏതെങ്കിലും രാജു മതിയില്ലടാ. ചെയ്യണോ? തല്ലി തോപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ വന്നതല്ല. ആർക്കെങ്കിലും ഇയാളെ തല്ലി തോൽപ്പിക്കാൻ ആഗ്രഹം ഒന്ന് തല്ലാവോ? നോക്കൂല, ഞാൻ തല്ലും. എന്റെ പൊന്നു മക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് എന്റെ ബ്യൂഗിൾ വേണം. നിന്റെ ബ്യൂഗിൾ കിട്ടിയാൽ നിന്റെ പ്രശ്നം തീരുമല്ലോ. എന്റെ പ്രശ്നം തീരും. മോളെ ഞാൻ പോയി ബ്യൂഗിൾ എടുത്തുകൊണ്ടുവരാം. അതിന് ഇവിടുത്തെ ആട്ടിലെ പിള്ളേരെ തരൂലെന്നാ പറയണത്. അവളെ ഇടിച്ചിട്ടാണെങ്കിലും ഞാൻ ആ ബ്യൂഗിൾ കൊണ്ടുവരും. ഇടിച്ചിട്ടാണെങ്കിൽ എന്റെ വാപ്പ അത് കൊണ്ടുവരും. ഈ ബ്യൂഗിൾ കിട്ടിയണ്ടല്ല, പിന്നെ നമുക്ക് നാട് നില നടക്കേണ്ട കാര്യമില്ല. രക്ഷപ്പെടും നമ്മള്. എന്റെ ബ്യൂഗിൾ. ബ്യൂഗിൾ കിട്ടി. ബ്യൂഗിൾ കിട്ടിയാ? ബ്യൂഗിൾ കിട്ടി. ബ്യൂഗിൾ കിട്ടിയാ? നമ്മുടെ ആർട്ടിലെ പിള്ളേർക്കിട്ട് 4 എണ്ണം കൊടുത്തിട്ട് ഞാൻ ആ ബ്യൂഗിൾ എടുത്തുകൊണ്ടിരുന്നത്. ആണോ? പാവം കുട്ടികൾ. എന്നാ ബ്യൂഗിൾ കാണിക്കേ. മോനെ ബ്യൂഗിൾ. ഓംകാര ശ്രുതി സംഗരാന്തി സന കണസ കോസ മനസാന. ഈ തന്തേ മോളും കൂടി എന്നാ കണസാ? ഇതെന്നല്ല ബ്യൂഗിള്. എന്നാ മോനെ? എടോ ഇതിന്റെ പേര് വയലിൻ എന്നാണ്. ഇതിന്റെ പേരും മാറ്റിയോ? പിന്നെ പോലെ. എടോ ബ്യൂഗിൾ അല്ല, വയലിനാണെന്ന്. പാപ്പക്ക് മാറിപ്പോയത് എടുത്തിട്ട് വരും. കറക്റ്റ് ആയിട്ട് മോനെ ടെൻഷൻ അടിക്കണ്ട, നിന്റെ ബ്യൂഗിൾ കിട്ടി. തന്റെ മോളിലും കച്ചേരി കഴിഞ്ഞാ? എടോ ഇത് ബ്യൂഗിളാണ് തന്റെ താര പറഞ്ഞത്. പിന്നെ ഇതെന്താ? ഇത് ബ്യൂഗിളല്ല, ഇതിന്റെ പേരാണ് മൃദംഗം. പറയാനറിയാലേ? ഇതല്ല മോനെ. മോൻ എന്തും ബ്യൂഗിളാ ഉദ്ദേശിച്ചത്? അതായത് ഈ ഊതുമ്പോ ശബ്ദം കേൾക്കുന്ന സാധനമില്ലേ? എന്റെ പൊന്നു മോനെ, അത് നേരത്തെ പറയണ്ടേ? അതല്ല നേരത്തെ പറഞ്ഞോണ്ടിരിക്കുന്നത്. മാറിപ്പോയത്. ഇന്നാ പിടിച്ചോ നിന്റെ ബ്യൂഗിൾ. ഊതുമ്പോ ഒച്ചയും കേൾക്കാം, കുട്ടികൾക്ക് കളിക്കാനും കൊടുക്കാം. കൈപ്പാങ്ങിന്ന് മാറിക്ക. എന്റെ സ്വഭാവം അറിയാൻ പാടില്ല. ഗതികിട്ട് നിക്കണം ഞാൻ, അറിയാവാ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടി എന്റെ വീടും സ്വത്തുക്കളും എല്ലാം ഞാൻ എഴുതി തന്നില്ലേ? എന്റെ വാപ്പ 2 സാരി 4 കുറ്റി എന്നാണ് വാപ്പ പറഞ്ഞത്. മോളെ
നിനക്ക് വീടിന് വീടുമായി സാരിക്ക് സാരിയുമായി. അത് ശരിയാ. മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്റെ സർക്കസ് കൂടാരത്തിൽ വരുമ്പോ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ ബാപ്പ ലൈലനെയും മുന്നേനെയും കുറിച്ച് ഒരു കവിത വരെ എഴുതി വെച്ചിട്ടുണ്ട്. ലൈലനെ കുറിച്ച് ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. മുക്കാല മുക്കാബുല ഓ ലൈല ഓ ലൈല. അതെ, എന്നെ കുറിച്ചുള്ള കവിത പാടാവാ. മുന്നേനെ കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചു. എന്നിട്ടാ എനിക്ക് ആ കവിത കിട്ടിയത്. എന്താണത്? നീ മുന്നാലെ പോണ നാ പിന്നാലെ വാരെ. മുന്നാലെ പോണ നാ പിന്നാലെ വാരെ. ഇങ്ങനെയാണെങ്കിൽ താൻ ഇവിടുന്ന് ആദ്യം മുന്നാലെ പോകും, പിന്നാലെ ഞങ്ങൾ വരത്തുള്ളൂ കേട്ടാ. എനിക്കിതൊന്നും അറിയണ്ട, ഞാൻ എന്ത് ഞാൻ വരൂല. എന്റെ മോനെ, ഞാൻ എന്ത് കഷ്ടപ്പെട്ടാന്നറിയാമോ ഈ സർക്കസ് കൂടാരം നടത്തിക്കൊണ്ടു പോകുന്നത്. അത് സത്യവാ. എന്റെ ബാപ്പ അടുപ്പിച്ചാടി ഉണ്ടാക്കിയതാ ഞങ്ങളുടെ സർക്കസ് കൂടാരം. എന്താ മോനെ മൊത്തം പൊള്ളി കാണൂല. എന്ത്? അല്ല, അടുപ്പിച്ചാടി ഉണ്ടാക്കിയ അടുപ്പിച്ചാടി എന്നല്ല പറഞ്ഞത്. ഈ റോപ്പിന്ന് ആ റോപ്പിലേക്ക്, ആ റോപ്പിന്ന് യൂറോപ്പിലേക്ക്. യൂറോപ്പോ? അല്ല, ഇങ്ങനെ റോപ്പിൽ അടുപ്പിച്ച് ആടി ഉണ്ടാക്കിയതാ ഞങ്ങളുടെ ഈ സർക്കസ് കൂടാരം. നിങ്ങളുടെ സർക്കസിനെ കുറിച്ചൊന്നും പറയല്ലേ. വീട്ടില് ചുമ്മാ ഇരുന്ന് എന്റെ അച്ഛനുണ്ടല്ലോ ഒരു ഐറ്റം കാണിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചാണ്. അത് ഐറ്റം അറിയാമോ? കരടിക്ക് ഉമ്മ കൊടുക്കേണ്ട ഐറ്റം. എന്റെ അച്ഛൻ പോയിട്ട് കരടിക്ക് ഒരു ഉമ്മ കൊടുത്ത്. കരടില്ല, എന്റെ അച്ഛനെ ചുണ്ട് പറിച്ചെടുത്ത്. ബീഫ് ഫ്രൈ തിന്നിട്ട് കരടിക്ക് ഉമ്മ കൊടുക്കാൻ പോയാ ചുണ്ട് കടിച്ചു പറിച്ചെടുക്കില്ലേ? ഇപ്പണ്ടല്ല, എന്റെ അച്ഛന് വീട്ടിൽ മലർന്നെടുക്കാൻ പറ്റില്ല. അപ്പൊ അമ്മ വന്നിട്ട് ചുണ്ടിൽ വലയിടും. ചോദിച്ച പറയാനാണേ റംബൂട്ടാനാണെന്ന് പറഞ്ഞു വവ്വാലും എന്റെ അച്ഛനെ ചുണ്ട് കടിച്ചു പിടിക്കുന്നു. അവസ്ഥ നോക്കണ എന്റെ. എനിക്ക് ഒന്നും അറിയണ്ട, എന്റെ ബ്യൂഗിൾ കിട്ടാണ്ട് ഞാൻ ഇവിടുന്ന് വരൂല. നിനക്ക് നിന്റെ ബ്യൂഗിൾ കിട്ടിയാ മതിയോ? ബ്യൂഗിൾ കിട്ടിയാ മതി. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. മലപ്പുറം കത്തി, അമ്പ വില്ല തോക്ക്, പിന്നെ CID മൂസയുടെ കാറ്. ക്യാപ്റ്റൻ രാജ് ഞാൻ വേണ്ടി പറഞ്ഞപ്പോ പവനായും CID മൂസയിലെ കരഞ്ചന്റെ എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യാണല്ലോ. മോനെ, നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഈ കൂടാരത്തിന്റെ ഓണർ മാത്രമല്ല, ഞാനൊരു CID ആണ്. നിന്റെ ഈ ബ്യൂഗിൾ ഏതറ്റം വരെ പോയാലും ഞാൻ ഇത് കണ്ടുപിടിച്ചിരിക്കും. നാറ്റം വരെ പോവാ. ഓക്കെ, അവിടുന്ന് ബസ് ഉണ്ട് മൂവാറ്റുപടിക്ക് വിട്ടോ. മോനെ, ഞാനൊരു കോള് ചെയ്താൽ മതി, നിന്റെ ഈ ബ്യൂഗിൾ എവിടെയുണ്ടെന്ന് അറിയാൻ പറ്റും. എന്നാ കോള് വിളിക്ക്. ഓക്കെ. എന്തൊരു കഷ്ടം, നിന്റെ വാപ്പടയിൽ ഇങ്ങനത്തെ ടെക്നിക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഹലോ. ഓക്കെ, ഗ്യാസ് ബുക്ക് ചെയ്തണോ? എന്താണ് കട്ട് ചെയ്ത് അപ്പൊ തന്നെ മെസ്സേജ് വന്നല്ലോ. മോളെ, ക്ലൈമാക്സ് അല്ലേ, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. മോനെ, ഈ വീഡിയോ കണ്ടോ? ഈ വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് നിന്റെ ബ്യൂഗിൾ കൊണ്ടതെന്ന് അറിയാൻ പറ്റും. ദാ കാണ്. എനിക്ക് സന്തോഷമായില്ലേ മോനെ? ഒന്ന് ചിരിച്ചേ. ചിരിക്കണ്ട. ഞാനൊരു കാര്യം പറയാം. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ രണ്ട് സാധനങ്ങളും ഇന്ന് ഇവിടെ ഇല്ല. സാധനം? ഒന്ന് നോബിയും ഒന്ന് ബ്യൂഗിളും. ഇത് വേണമെങ്കിൽ നമ്മൾ അന്വേഷിച്ച് നടക്കണം. ഇപ്പോഴാണ് ഈ പാട്ട് കറക്റ്റ് അർത്ഥമുള്ള ഒരു പാട്ടായത്. ഈ ബ്യൂഗിൾ അന്വേഷിച്ച് നമ്മൾ നാട് മൊത്തം ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. വന്ന് കാര്യം പറ. അതല്ല എന്റെ മുന്നേ വരാൻ. മാറാർന്ന് കാബൂളിവാല നാടോടി എന്താ ഇത്? അല്ല, മ്യൂസിക് മാറ്റി പറഞ്ഞ ആ പാട്ടും മാറ്റും. എന്നാ ഞാനും മാറും. എന്തിന്? ഇല്ലെങ്കിൽ ഞാൻ മാറൂന്ന്. അപ്പൊ കാബോളിവാല തീർന്നാ? അതെ, നമ്മളിപ്പോ ഈ കളിച്ച സ്കിറ്റിന്റെ പേര് കാബോളിവാല എന്ന് പറഞ്ഞിരിക്കണ. ഇത് കാബോളിവാലല്ല, കാബോളിവാല. ഇതൊരു സ്കിറ്റ് ആയിരുന്നോ, സിനിമയായിരുന്നോ, സിനിമയുടെ ഇടയ്ക്കുള്ള രംഗമായിരുന്നോ, ഒന്നും അങ്ങ് മനസ്സിലാവുന്നില്ലായിരുന്നു. ക്ലീൻ പെർഫോമൻസ്. സുബിൻ ചേട്ടനെ കാണാൻ ദുൽഖർ സൽമാനെ പോലെ ഇരിക്കുന്നു. നീ പറഞ്ഞ കറക്റ്റ് ആണ്. സ്റ്റേജിൽ സുബിൻ ചേട്ടൻ അതും ചെയ്യാറുണ്ട് അല്ലേ? എന്തൊക്കെയല്ലേ, ക്യാപ്റ്റൻ രാജു ഉണ്ട്, ദുൽഖർ ഉണ്ട്, പിന്നെ സുബിൻ ചേട്ടൻ തന്നെ ചെയ്യും. അതായിരിക്കാം മേജർ ഓപ്പറേഷൻ അവിടെ കിടന്ന് കറങ്ങിയത് അല്ലേ? അതാണെന്ന് തോന്നുന്നു. മേജർ രവീനയും ചെയ്യുമായിരിക്കും. പക്ഷെ അത് ഗംഭീര ഏരിയ ആയിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ മനസ്സിലാവുന്നു ജസ്റ്റ് തെറ്റിപ്പോയതാണ്. പക്ഷെ നല്ല ചിരിക്കാനുള്ള വകയാണ്. 3 മേജർ ഓപ്പറേഷൻ എവിടെയൊക്കെ പോയെന്നറിയാം. അവസാനം അത് കരളുക്ക് മറ്റേ കൊണ്ട് ആംബുലൻസിൽ പോകുമ്പോഴാണ് പുള്ളി ആ ഡയലോഗ് കൊണ്ടുപോയത്. സുബിൻ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. യു ആർ എ സർപ്രൈസ് ഇന്നത്തെ ഈ സ്കിറ്റിൽ. ബാറ്ററിയുടെ കാര്യത്തിലൊരു തീരുമാനമായേ? ചാർജ് നോക്കിയാലോ എത്രത്തോളം കയറി എന്നുള്ളത്? കമോൺ, തിരിഞ്ഞോളൂ. പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി താളത്തിൽ ഞാൻ 31,000 rupees. കൊള്ളാം ചേച്ചി. 31,000 rupees. Yes. എന്നാലും അടുത്ത തവണ കിടലായിട്ട് നമുക്ക് കാണാം. ഇന്ന് ഞങ്ങൾ സംഘമായിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണ്. എല്ലാരും മാംഗോസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് എനിക്ക് പറയണം. എന്നാ ചേച്ചി നടക്കുന്നേ? അല്ല, നിങ്ങളുടെ അടുത്ത് 2 ടേബിൾ
രണ്ട് സൈഡിൽ വെച്ചിട്ടില്ലേ ആ, ഉണ്ട്. എന്തൊക്കെയാ അവിടെ? മേക്കപ്പ് ഉണ്ട്, ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ട്, കുറച്ച് കോസ്റ്റ്യൂം ഉണ്ട്, ജ്വല്ലറി ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ രണ്ട് കരയിലും ഒരു ആൺകുട്ടി ഉണ്ട്. മനസ്സിലായോ? 5 minutes അവരെ ഒരുക്കി നല്ല ബ്യൂട്ടിഫുൾ ആയ പെൺകുട്ടികളെ ആക്കണം. അതായത് ചേച്ചി പറഞ്ഞു വരുന്നത് ഈ ഇരിക്കുന്ന അഖിലിനെയും അർജുൻ കുട്ടനെയും നമ്മൾ സാരിയൊക്കെ ഉടുപ്പിച്ച് മേക്കപ്പ് ഒക്കെ ഇടിപ്പിച്ച് സുന്ദരിമാരാക്കണം. അഖിലേനെയും അർജുനെയും ആക്കണം. പക്ഷെ നല്ലതാവൂന്ന് അറിയത്തില്ല. ഇതിന്ന് വരാൻ പറ്റണല്ലേ പറ്റുള്ളൂ. മോളെ അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് ഏറ്റെടുക്കാനാണ് ശ്വേത ചേച്ചി പറഞ്ഞത്. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. നീ ഇവിടെ കയറുക, ഇതാരായിരുന്നു? ചേച്ചി ഒരു കൗണ്ട് ഡൗൺ തരുവാണെങ്കിൽ അപ്പൊ 5 minute ആണ്. ആലോചിക്കുക, പ്ലാൻ ചെയ്യുക. ആൻഡ് യോർ ടൈം സ്റ്റാർട്ട്സ് നൗ. പീഡിപ്പിക്കാൻ പോണോ? കൈവിട്. ഇത് തന്നെയാണ് വിട്ടിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയ പെൺകുട്ടി വേണം എനിക്ക്. ബ്യൂട്ടിഫുൾ പെൺകുട്ടി. ചെസ്റ്റ് വിടറാ, ചെസ്റ്റ് വിട്, ചെസ്റ്റ് മുറുക്കല്ലേ. ബ്യൂട്ടിഫുൾ ആയ പെൺകുട്ടിയാണ് വേണ്ടത്. ആവശ്യത്തിന് ബ്ലഷ് ഉണ്ടെന്ന്. ഒരു സെക്കൻഡ്. എടാ ഇവിടെ ഹലോവൻ പാർട്ടി ഉണ്ടോ? അവൻ ഒരിക്കലും നോക്ക്. ആക്കി കുറച്ച് പൊക്കിൾ കാണിക്കും. പൊക്കിൾ പറ്റൂല, അത് സബ്സിഡി എടുക്കണോ? എന്തെങ്കിലും തുണിതാ. അനങ്ങല്ലേ? ഇത് പിടിച്ചോ. ഈ ബ്ലൗസ് പാകല്ലട്ടോ. വിഗ് ശരിയായില്ലടാ. നമുക്ക് അന്ന് വിഗ് വേണമെന്ന് വെച്ചാ എന്റെ ബ്ലൗസ് അല്ല. പിന്നെ ഒരു പിന്നെ വിംഗ് ലൈനർ എഴുതി എടാ കാണിടാ. അപ്പുറത്ത് വീട്ടിൽ പോയി നോക്കാതെ ഇങ്ങോട്ട് വന്നേ. തിരിച്ചാണേ. ഒരു മിനിറ്റ്, കണ്ണ് ഇങ്ങനെ അടക്കല്ലേ, പതി കണ്ണടച്ചേ. നീ മേളാണോ എഴുതുന്നത്? ഓക്കെ, കണ്ണടക്കണേ. വേഗം താടി ഞാൻ ഉടുക്കട്ടെ. ചിമ്മല്ലേ. തുടങ്ങിക്കോ. അവിടെ കുത്തിക്കോ. ഇങ്ങനെ കുത്തണ്ടേ? കുത്തിയിട്ടില്ല. സമയം എന്താ? അടിയിലൊക്കെ ആക്കിയടാ. ഇവൻ അടിയിലാക്കി. എനിക്ക് കമ്മലുണ്ട്, അതിൽ കുരിക്കാലും മതി. റെഡിയായോ? കഴിഞ്ഞോ? ചേച്ചി ചേപ്പ് വരട്ടെ. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണേ. ഇങ്ങനെ കുറച്ച് കുണുങ്ങി. അവര് കണ്ടുപിടിക്കും. ഒരുപാട് കാണിക്കണ്ട. നല്ല ബ്യൂട്ടിഫുൾ. ഇത് കേറൂല. വേറെ വളയുണ്ടോ? വേറെ വള ഇല്ലല്ലോ. ചേച്ചി ഞങ്ങൾ റെഡി. നോക്കണല്ലേ? നീ 2 ലുക്കിലും പോണം. ഒറ്റ മിനിറ്റ്, ഞങ്ങൾക്ക് ചേച്ചിക്ക് കുറച്ചുകൂടെ ബ്യൂട്ടി കോൺഷ്യസ് ആയി പോയി കേട്ടോ. ഫെമിനിസ്റ്റ് ആണ്. അജ്ജടി. പേര് ബ്ലഷ് റോസ്, ലിൻഡ, സ്റ്റെല്ല. നീ കാണിക്കണേ നിന്റെ ബാക്ക്. ടാറ്റു അജ്ജടി. കാണിക്കണോ? ടാറ്റു വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ റെഡിയാണോ? റെഡി. സ്റ്റെല്ല റെഡിയാണോ? എല്ലാം റെഡിയല്ലേ? ഒരുമിച്ച്. ആദ്യം അഖിൽ. യെസ്, പ്ലീസ് കം. And your music starts now.
ഇനി വരാൻ പോണ സ്റ്റാർ അർജുൻ. Okay, and ഇനി ഒരുമിച്ച് ready. അവിടെ പോയിട്ട് And your music starts now. എനിക്കൊന്നും പറ്റിയിട്ടില്ല. പോയി നടന്നു കമ്പ്ലീറ്റ് ഇനി ഇങ്ങനെ നടക്കണ്ടേ? ഈ അമ്മച്ചിക്ക് ആദ്യം ഒരു ചെയർ കൊടുക്കണേ. അമ്മച്ചി ഇരിക്ക. ഞാൻ കാണുന്നത് ഒരു ചക്ക വീണ പോലെ. ചക്കയുടെ മുഖം കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക്. ആരുടെയോ കണ്ണ് തട്ടിയതാണ് ഈ പ്രിയ കന്യക സ്ത്രീ വീണു പോയത്. നീ പോയി വയറ് കാണിച്ചാലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. വയറ് കാണിച്ച അർജുൻ വൈറലായിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ, വൈറലായിരിക്കുകയാണ്. ഓ പിന്നെ പറയടി. എന്നാ പറയാനാ വീണപ്പോ നല്ല സുഖമുണ്ട്. സത്യം പറഞ്ഞ രണ്ട് സുന്ദരികളും ഭയങ്കര സുന്ദരിയാണ്. കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് പറയും. പക്ഷെ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയത് നമ്മുടെ അഖിലാണ്. പക്ഷെ ആ ചക്ക വീണതാണ് എനിക്ക് ഏറ്റവും. പക്ഷെ എനിക്ക് അവിടെ വന്നേ പറ്റൂ. ഒരു മിനിറ്റ്. ചക്കയുടെ ചോള എടുക്കാൻ വേണ്ടി വരുവാ ചേച്ചി. ചക്കയുടെ ചോള എടുക്കാം. നല്ല പേരുണ്ട്, രസമുണ്ട്. അയ്യോ, ഇതാണ് ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സ് കുടുംബം. ചേച്ചി രാത്രിയാണ്, പാർട്ടി മൂഡാണ് ഒക്കെ നമുക്ക് മനസ്സിലാവും. എന്താണ് പറയാനുള്ള ചേച്ചി? ഓ മൈ ഗോഡ്, മൈ ബോയ്സ് റോക്ക്. ഭയങ്കര സന്തോഷം. ഭയങ്കര നന്നായിട്ട് രണ്ട് ടീമും നന്നായിട്ട് പെർഫോം ചെയ്തു. കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തത് അഖിലാണ്. ബിക്കോസ് ഇവിടെ ഷർട്ട് മാറ്റിയിട്ടില്ല, ഇവിടെ ബ്ലൗസ് അവിടെ തന്നെ അവിടെ സ്കോർ ചെയ്തു. അപ്പോ ഇന്നത്തെ ഈ കോമ്പറ്റീഷന്റെ വിന്നർ ആണ് അഖിൽ. നമുക്ക് നടക്കാം. സാരി പിടിക്കാ, ഒതുങ്ങിപ്പോ. അവിടെ തെന്നല്ലേ, ഒരു ചക്ക വീട് കിടപ്പുണ്ട്, തെന്നരുതേ. എടാ നമ്മൾ ഈ ആവേശത്തിന്റെ പുറത്ത് എന്തൊക്കെ കാണിച്ചു. പക്ഷെ എന്റെ എല്ലാ ആവശ്യവും വീണപ്പോ പോയടാ. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം അല്ലെ. ഏത് ഒരു സിറ്റുവേഷനിലും നമ്മള് വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് ഉരുള മാത്രല്ല, എണീറ്റ് നിന്നിട്ട് നമ്മൾ സ്മാർട്ട് ആണെന്നുള്ളത് നേരെ വൈദ്യന്റെ അടുത്തേക്കാ. രാത്രി നടുതടവാൻ നമ്മൾ ഒറ്റയ്ക്കേ കാണുള്ളൂ, ആരും കാണൂല. യുദ്ധമൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ കുട്ടികളുടെ പെർഫോമൻസ് ആണ് അല്ലേ. എത്ര നേരമായിട്ട് നമ്മൾ കാത്തിരിക്കുക ഒരു എനർജറ്റിക് പെർഫോമൻസ് കാണാൻ വേണ്ടി. അപ്പൊ പുനലൂരിൽ നിന്നും വന്ന നാട്യധ്വനി ടീം എന്തോ റെഡി ആണോ പെർഫോമൻസിന്? എന്നാ വാ നമുക്ക് അടിച്ചു പൊളിക്കാം. Come on. ആറുമുഖൻ മുന്നിൽ ചെന്ന് കാവടിയും നാട്
നിങ്ങൾ കിഡിലായിട്ട് പെർഫോം ചെയ്തു. പുനലൂരിനെ മൊത്തത്തോടെ ഇളക്കി മറിച്ചു നിങ്ങൾ ഇവിടെ വന്നു. ഇതൊക്കെ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? അവര് തെക്കേക്കരുടെയും വടക്കേക്കരുടെയും പിള്ളേരാണ്. പിള്ളേരാണ്. അത് നല്ല ഒരിടത്ത് മാത്രം പറഞ്ഞത് ഇപ്പൊ അറിയാലോ. മക്കളെ നിങ്ങൾ ഈ ടീം ഉണ്ടാക്കിയത് ഇങ്ങനെ കറക്റ്റ് നിങ്ങളുടെ ഈ സൈസ് നോക്കി സെലക്ട് ചെയ്തെടുത്താണോ? നിങ്ങൾ നോർമലി ഇങ്ങനെ കൂട്ടായതാണോ? നോർമലി അല്ല, നിങ്ങൾ ഇങ്ങനെ ഹൈറ്റ് ഒക്കെ ഇങ്ങനെ ഒരേപോലെ വരണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ലില്ല. ഇതാരാ? അതുല്യാണോ ഇതെല്ലാം സെലക്ട് ചെയ്തത്? ഞാനും അശ്വതി. ആരാ ഏറ്റവും യങ്ങസ്റ്റ്? ആരാ? കസ്തൂരി. കസ്തൂരി, എന്റെ കസ്തൂരി, അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ. മച്ചാനെ ബാക്കി പരിപാടി നമുക്ക് താക്കോലിട്. മച്ചാനെ ബാക്കി പരിപാടി നമുക്ക് സെറ്റ് ആക്കണ്ടേ? പിള്ളേർ ഇത്രയും നമ്മളെ സന്തോഷിപ്പിച്ചു, ഇത്ര എനർജറ്റിക് ആയിട്ട് ഒരു പെർഫോമൻസ് തന്നു. തിരിച്ച് അവരെന്നും ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ അവരെ വാരിക്കോരി സ്നേഹിക്കണ്ടേ? ആ സ്നേഹം സമ്മാനത്തിന്റെ രൂപത്തിലായാൽ എങ്ങനെയുണ്ടാകും? അങ്ങനെയാണെങ്കിൽ ചേച്ചി ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് നമുക്ക് കൊടുക്കണ്ടേ? അപ്പൊ നമ്മൾ ആർക്കാ കൊടുക്കണ്ടേ? നമ്മുടെ നാട്യധ്വനിന്റെ ഈ മക്കൾക്കാണ് കൊടുക്കേണ്ടത്. ബ്യൂട്ടിഫുള്ളി ഇവിടെ വന്ന് നിങ്ങൾ നിങ്ങളുടെ എനർജി പകർത്തി തന്നു നമുക്കും നമ്മളുടെ ഈ കാണുന്ന പ്രേക്ഷകർക്കും. സോ താങ്ക് യു. നിങ്ങൾ തന്നെയാണ് ഇന്നത്തെ മെയിനും ഇന്നത്തെ ബ്രൈറ്റും. കം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ പുനലൂരിൽ നിന്നും നാട്യധ്വനി. കഴിഞ്ഞിട്ടില്ല, ഒരു സമ്മാനം കൂടിയുണ്ട്. വില്ലി വൈറ്റ് ദ ബ്രൈറ്റും നിങ്ങൾ തന്നെയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. ഹാപ്പി ആയില്ലേ? ഇനി ചിരിയൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവണം. അത് മാത്രമല്ല ഒരുപാട് സ്റ്റേജസ് ഒക്കെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ഇനിയും പിള്ളേരുണ്ടോ അതോ ഇത്രയും പേരാണോ നിങ്ങൾ സ്ഥിരമായിട്ട് പെർഫോം ചെയ്യുന്നത്? ആണ്. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയണം. ഇനി വരുന്ന എപ്പിസോഡിൽ നിങ്ങൾ അവരെയും കൂട്ടി വരണം. അടുത്ത സെറ്റുമായിട്ട് വരണം. തീർച്ചയായിട്ടും. നാട്യധ്വനി 2.0 കേട്ടോ? പ്രേക്ഷകരെ, ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് ചേച്ചി റെഡി? ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാം. അതിരിക്കും. ബൈ, ഗുഡ് നൈറ്റ്.